പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നന്ദിനി വേഗം സാമ്പാർ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ചോദിക്കുക, അല്ല നീ പരിപ്പിൽ കഷ്ണങ്ങൾ ഇട്ടു, ഇനി പൊടികൾ എപ്പോഴാണ് ഇടുന്നത്? അപ്പോൾ വേദ പറയുകയാണ്, എന്നെ പഠിപ്പിക്കേണ്ട, എനിക്ക് സമയമാകുമ്പോൾ ഇടാൻ അറിയാം. അപ്പോൾ നന്ദിനി പറയാം, കായ ഇട്ടില്ലേ സാമ്പാർ ഒരു വായിക്കും കൊള്ളില്ല. അപ്പോൾ വേദയാണെങ്കിൽ എനിക്ക് അതെല്ലാം ഇടേണ്ട സമയമാകുമ്പോൾ ഇടാൻ അറിയാം, പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പോയി സാമ്പാർ ഇളക്കാനായിട്ട് പോകുമ്പോൾ നന്ദിനി മനസ്സിൽ പറയാം, ഇവൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് പഠിച്ചതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് വേദ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, അതെ ഞാൻ ഓൺലൈൻ വഴി പഠിച്ചു. മനസ്സിലിപ്പോൾ പറഞ്ഞത് ഇവളെങ്ങനെ ഇതൊക്കെ പഠിച്ചെന്നല്ലേ? ഞാൻ ഓൺലൈൻ വഴി പഠിച്ചു. എന്താ പഠിച്ചൂടെ? ഏതെങ്കിലും ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അച്ചമ്മയാണെങ്കിൽ വിക്രമിന്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അവിടേക്ക് വന്നിട്ട് പറയാം, മോളെ നീ ഇങ്ങ് വന്നേ, നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോൾ വേദ പെട്ടെന്ന് നന്ദിനിയോട് പറയാം, സാമ്പാറിൽ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തല വഴിയെ ഞാൻ കൊമത്തു. അച്ചമ്മ പറയാം, ഞാൻ ചോദിക്കുന്നതിന് നീ കൃത്യമായിട്ട് ഉത്തരം പറയണം. ഇവനെ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടത്? ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഏതോ രാഷ്ട്രീയ പ്രവർത്തനം പറയുന്നതും കേട്ട് നടക്കുന്ന ഇവനെ മോക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? പറ മോളെ. എല്ലാവരും വേദ തന്നെ നോക്കുമ്പോൾ വേദ പറയുകയാണ്, അത് പിന്നെ ശ്രീരാമചന്ദ്രനെ സീതാദേവി നേരിട്ട് കണ്ടിട്ടല്ലല്ലോ ഇഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ ദമയന്തിയും നളനെ കണ്ടിട്ടല്ലല്ലോ ഇഷ്ടപ്പെട്ടത്. ഇതായിരിക്കും ചിലപ്പോൾ എൻ്റെ വിധി. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അച്ചമ്മ പൊട്ടി ചിരിച്ചുകൊണ്ട് പറയാം, ശ്രീരാമൻ വില്ലൊടിക്കുന്നത് കണ്ട് സീതാദേവി ഇഷ്ടപ്പെട്ടതുപോലെ നീ ഇവൻ ആളുകളുടെ എല്ലൊടിക്കുന്നത് കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ടത്? ഇത് കേൾക്കുമ്പോൾ വേദം നിന്ന് ചിരിക്കുകയാണ്. അങ്ങനെ മാഷ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ്, എന്താടാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഇതൊക്കെ കേട്ടില്ലേ? അപ്പോൾ മാഷ് പറയുകയാണ്, അമ്മ ഇവിടെ നിന്ന് പുരാണമൊക്കെ കേൾക്ക്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ മാഷ് അവിടെ നിന്ന് പോകുന്നു. അപ്പം അച്ചമ്മ പറയുകയാണ്, അവനൊരു സ്കൂൾ മാഷല്ലേ, അപ്പോൾ അരസികനായില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് പറയാം, ദേ അവളുമായിട്ടൊന്ന് ചേർന്ന് നിന്നേ, ഈ അച്ചമ്മയൊന്ന് കാണട്ടെ. അങ്ങനെ വിക്രമും വേദയും കുറച്ച് ദൂരം മാറിയിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ചമ്മ പറയുകയാണ്, രണ്ടുപേരും ചേർന്ന് നിൽക്കാൻ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനോട് ചേർന്ന് നിൽക്കുന്നു. വിക്രമിനെ ഇങ്ങനെ ഒട്ടുമ്പോൾ പെട്ടെന്ന് വിക്രം വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്. രണ്ടുപേരും അച്ചമ്മയെ നോക്കുമ്പോൾ അച്ചമ്മ കണ്ണ് തട്ടിയിട്ട് പറയുകയാണ്, മോള് പറഞ്ഞത് ശരിയാ, രണ്ടുപേരെയും കാണാൻ ശ്രീരാമനെയും സീതാദേവിയും പോലെ തന്നെയുണ്ട്. രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. അല്ല, നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് മൊബൈലിൽ അപ്ലോഡ് ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേദ പറയാം, അയ്യോ അച്ഛമ്മ എൻ്റെ സാമ്പാർ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് പോകുമ്പോൾ വിക്രം വേദം നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയാം, കണ്ടില്ലേ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം, നിനക്കിങ്ങനെ ഉണ്ടോ? നീ ഇങ്ങനെ കളിച്ച് നടന്നാൽ പോരാ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഈ അച്ഛമ്മ പറഞ്ഞു തരാം. അങ്ങനെ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് നന്ദിനി ഇവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അച്ഛൻ പറയാം, നീ പോയി ആ കാപ്പി ചൂടാക്കി കൊണ്ടുപോവാ. എന്നിട്ട് വിക്രമിനെ പിടിച്ച് മാറ്റിയിരുത്തിയിട്ട് അച്ഛമ്മ പറയാം, അല്ല നീ ഇതെങ്ങനെ സാധിച്ചു? നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നുമല്ല കരുതിയിരുന്നത്, പക്ഷേ നീ ഇതെങ്ങനെ ഒപ്പിച്ചടാ? നിനക്ക് എങ്ങനെ ഈ പെൺകുട്ടിയെ കിട്ടിയത്? പറയടാ, എന്നോട് പറ. ഇതൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുമ്പോൾ വിക്രം ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ റൂമിലേക്ക് ചെല്ലുമ്പോൾ മാഷ് ചോദിക്കുകയാണ്, എൻ്റെ പെൻഷൻ്റെ പേപ്പറൊക്കെ എവിടെ ഇരിക്കുന്നത്? ഒന്ന് എടുത്തതാ, എനിക്ക് അത്യാവശ്യമായിട്ട് പോയി കുറച്ച് പണം എടുക്കാനുള്ളതാ. അങ്ങനെ അമ്മയാണെങ്കിൽ ആ പേപ്പേഴ്സൊക്കെ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് പറയാം, അല്ല അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ മാഷ് പറയുകയാണ്, എന്തായാലും വരുന്നെന്ന് പറയുമ്പോൾ വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അമ്മ കളിയാക്കിക്കൊണ്ട് പറയാം, അല്ല എന്തൊക്കെ നടന്നിട്ടും മാഷ് ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് നിൽക്കുവാണല്ലോ, അമ്മ അത്രയ്ക്ക് പേടിയാണല്ലേ? അപ്പോൾ മാഷ് പറയുകയാണ്, ഇത് പേടിയുടെ കാര്യമല്ല, ബഹുമാനമാണ്. ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയെടുത്തത് അമ്മയല്ലേ? ഇപ്പോഴും ഈ പ്രായത്തിലും അമ്മയാണെങ്കിൽ ഞങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ടല്ലേ ജീവിക്കുന്നത്? പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടല്ലേ? നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ? ഈ പ്രായത്തിൽ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാതെ ഈ ഓൺലൈൻ മീഡിയാസ് അതിലൊക്കെ നിൽക്കാതെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ? അപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ പറഞ്ഞില്ലേ അമ്മ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റയ്ക്കുള്ളപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആശ്വാസം നൽകുന്നത്. അതിന് നമ്മൾ എന്താ വേണ്ടാന്ന് പറയുന്നത്? അമ്മയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അമ്മ സ്വന്തമായിട്ട് എല്ലാ കാര്യവും നോക്കുന്നത്, അതിലെന്തിനാണ് നമ്മൾ ഇടപെടുന്നത്? നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോയി നിൽക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ നമ്മൾ അമ്മയോട് പിന്തിരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ പറയും നിങ്ങൾക്ക് ഇക്കാലത്തെ ട്രെൻഡൊന്നും അറിയില്ലെന്ന്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ അമ്മയുടെ മുന്നിൽ പൂച്ചക്കുട്ടിയല്ലേ? ഇപ്പോൾ അമ്മ ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് വന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വിക്രമിൻ്റെ കാര്യം എല്ലാം സോഷ്യൽ മീഡിയ വഴി അമ്മ അറിഞ്ഞു കാണും. പിന്നെ നിങ്ങളിത് അംഗീകരിച്ച് കാണില്ലെന്നും അറിയാം. ചിലപ്പോൾ അംഗീകരിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മ ഇങ്ങോട്ട് വന്നതെങ്കിലോ? വിക്രമിൻ്റെ അമ്മയ്ക്ക് പണ്ടേ ഒരു ഇഷ്ടക്കൂടല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. എന്തായാലും അമ്മ ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാനായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, വെറുതെ ഒന്നും ആവില്ല. അപ്പോൾ
മാഷ് പറയുകയാണ്, നീ തൽക്കാലം അതും ഇതൊന്നും പറഞ്ഞു കൊടുത്ത് അമ്മ ഇനി എരി കയറ്റിയിട്ട് ഇനി ജഡ്ജിയെ കാണാൻ പോകണമെന്നൊന്നും പറയണ്ട, ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അമ്മ പറയാം, അല്ല നിങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ, നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. വിഷു ആണെങ്കിൽ അപ്പോൾ മാഷ് പറയുകയാണ്, ജോലി നിർത്തി കാണുമല്ലേ, അവനെ നന്നായെന്ന് നീ മാത്രമാണ് വിചാരിക്കുന്നത്, അവൻ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. അല്ല ഈ വട്ടം എന്താ സംഭവിച്ചത്, അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ? അപ്പോൾ അമ്മ പറയുകയാണ്, അത് പിന്നെ അവൻ ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു, 3-4 ദിവസം വേറെ എവിടെയോ പോയിരുന്നതാണ്. അപ്പോൾ മാഷ് പറയാം, അവനെ ഒരു കാലത്തും നന്നാവില്ല. പിന്നെ അമ്മ പറയുകയാണ്, അല്ല എനിക്കൊരു കാര്യം കൂടി വിനായകൻ്റെ. അപ്പോൾ മാഷ് പറയുകയാണ്, ചിട്ടിയിൽ പണം അടച്ചു പോയതല്ലേ, അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ അറിഞ്ഞു. നിനക്കെന്തായാലും ബോധ്യമായാലോ, 1 മാസം അവൻ്റെ കയ്യിൽ ഇത്രയും രൂപ വെച്ച് അടയ്ക്കാനുണ്ടായിരുന്നെന്ന്. നീ ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടാൽ മതി, എനിക്ക് വേറൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോകുന്നു. അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് അച്ഛമ്മയാണെങ്കിൽ വിനായകനോടും നന്ദിനിയോടും ഇവിടുത്തെ ചെലവിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നന്ദിനി പറയുകയാണ്, ഇവിടുത്തെ ചെലവിൻ്റെ കാര്യം ഞങ്ങൾക്കറിയില്ല അച്ഛമ്മേ, അതല്ല അച്ഛനല്ലേ നടത്തുന്നത്. അപ്പോൾ അച്ഛമ്മ പറയുകയാണ്, ഓ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലേ, അപ്പോൾ 1 മാസം നിങ്ങൾ ചിലവ് നടത്ത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നന്ദിനി പറയാം, ഈ തൊള്ള പണിയാവുമല്ലോ. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മാഷ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അച്ഛമ്മ പറയുകയാണ്, അല്ല നീ ഇതെങ്ങോട്ടാ പോകുന്നത്, വാ നിന്റെ ഇളയ മരുമകൾ അവിടെ ദോശയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. അപ്പം മാഷ് പറയുകയാണ്, വേണ്ട എനിക്ക് നിൽക്കാൻ സമയമില്ല, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അച്ഛമ്മ പറയാണ്, എന്താണ് ഇത്ര തിരുതി, ആഹാരം കഴിക്കാതെ പോയാൽ എവിടെയെങ്കിലും തല ഇറങ്ങി വീഴില്ലേ. മാഷ് സാരമില്ല അമ്മേ, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുകയാണ്, ഞാൻ ഇവരോട് ചെലവിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഉപദേശിക്കുമായിരുന്നു, ഇവര് ചെലവ് നടത്തട്ടെ, അടുത്ത മാസം മുതൽ നീ എന്തെങ്കിലും പണം ഇവരുടെ കയ്യിൽ കൊടുത്താൽ മതി, ഇവർ ചെലവ് നോക്കിക്കോളൂ, എന്താ നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റില്ലേ. അപ്പോൾ മാഷ് പറയുകയാണ്, അമ്മ വെറുതെ ഇവരോടൊക്കെ സംസാരിച്ച് വായലക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല, അമ്മ ചെന്ന് ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അച്ഛമ്മ പറയുകയാണ്, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവനെ പറ്റിച്ച് നിങ്ങൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട, ഇവിടെ ചിലവിന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കാശ് നീ ഈ പിത്തക്കാടിക്ക് പലഹാരം മേടിച്ച് ഈ വയറ് നിറച്ച് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെക്കുറിച്ച് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, പലഹാരക്കുറിച്ചി, വയറ് നിറയെ പലഹാരം കഴിക്കുന്ന പലഹാരക്കുറിച്ചി ഇവിടെ ഒരു ദിവസം ഞാനത് വീഡിയോ എടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിനായകൻ പറയുകയാണ്, ഞാൻ ഇവിടെ ചെലവിനെങ്കിലും കൊടുക്കുന്നുണ്ട്, വിഷുവിനും വിക്രമവും ഒരു ചെലവിനും കൊടുക്കാതെ ഒരു ജോലിക്കും പോകാതിരിക്കില്ലേ. അച്ഛമ്മ അതിനൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അച്ഛമ്മ പറയാണ്, നിന്റെ തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല, നീ രണ്ടും നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എന്നെ നന്നായിട്ട് അറിയാമല്ലോ. അല്ല നീ ആഹാരം കഴിച്ചോ, വാ അവിടെ വേദ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് അച്ഛമ്മ പോകുമ്പോൾ വിനായകൻ പുറകെ പോകുന്നു. അപ്പോൾ നന്ദിനി പിടിച്ചെടുത്തിട്ട് പറയാം, നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ, അവരെന്നെ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ ഒന്നും ഇടാതെ നിൽക്കുന്നത്, എന്നെ പലഹാരം കുതിച്ചിന്നല്ലേ വിളിച്ചത്. അപ്പോൾ വിനായകൻ പറയാം, അച്ഛൻ പോലും അവരുടെ മുന്നിൽ ഒന്നും ഇടുന്നില്ല, അവർ വിചാരിക്കും നമ്മളെല്ലാം നേരെയാക്കിയിട്ട് അവർ പോയെന്ന്, അങ്ങനെ തന്നെ അവർ വിചാരിച്ചോട്ടെ, നമ്മളെന്തിനാ പ്രശ്നത്തിന് നിൽക്കുന്നത്, അച്ഛൻ പോലും മിണ്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ മിണ്ടുന്നത്, നീ ഇതൊക്കെ കേട്ടിട്ടാൻ കളാ എന്ന് പറഞ്ഞിട്ട് വിനായകൻ കഴിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അച്ഛമ്മ പറയാം, അല്ല ഇതുവരെ ദോശയും സാമ്പാറും ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, എന്താ എടുത്തു വെക്കുന്നില്ലേ, ശ്രീജ എടുത്തു വെക്കാമെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാം, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ വേദ പറയാം, അച്ഛമ്മ ഇരിക്കും, ഞാൻ ഫുഡ് എടുത്തു തരാം. അങ്ങനെ വേദ എല്ലാവർക്കും പാത്രം കൊടുക്കുമ്പോൾ വിഷു അവിടെ വന്നിരിക്കുന്ന കാണുമ്പോൾ അച്ഛമ്മ പറയാം, നിൽക്ക്, അവന് വിളമ്പണ്ട, ആഹാരത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ആഹാരം വിളമ്പുന്നതിന് മുൻപ് തന്നെ അവനെ അങ്ങ് എഴുന്നേൽപ്പിക്കാം, നീ ഒന്ന് എഴുന്നേറ്റേ, നിന്റെ അമ്മ എവിടെ. അമ്മ പറമ്പിലെ പുയല കഷായം അടിക്കാൻ പോയിക്കാണെന്ന് വിഷും പറയുമ്പോൾ അച്ഛമ്മ ചോദിക്കുക, അല്ല അവൾ കഴിച്ചിട്ടാണോ പോയത്. അപ്പോൾ വിഷും പറയാം, അമ്മ രാവിലെ 11 മണിക്കും പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്കും രാത്രി കറക്റ്റ് സമയത്തും കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ശ്രീജ പറയാണ്, ഇല്ല അമ്മ കഴിക്കാതെ പോയെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാം, എങ്കിലേ നീ കൂടെ ചെല്ല്, നീ കൂടെ ചെന്നാലേ അവളുടെ പണി എളുപ്പമാവും, എന്നിട്ട് അവളുടെ കൂടെ വന്ന് നീ ആഹാരം കഴിച്ചാൽ മതി, ചെല്ലടാ, ചെല്ലാനല്ലേ പറഞ്ഞത്. എന്നിട്ട് വിഷുത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ ശ്രീജേടത്തിയാണെങ്കിൽ പെട്ടെന്ന് വിഷുവിൻ്റെ പുറകെ പോകുമ്പോൾ അച്ഛൻ പറയാം, നീ എങ്ങോട്ടാ, അവനെ സഹായിക്കാനായിരിക്കും, നീ എങ്ങും പോകണ്ട, ഇവിടെ നിന്നാൽ മതി, കേട്ടല്ലോ, ഞാനാ പറയുന്നത്. എന്നിട്ട് വേദയോട്, മോളെ 2 ദോശ കൂടി ഇട്. അങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ വേദ വിളമ്പി കഴിയുമ്പോൾ ശ്രീജേടത്തിയും എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുക, വേദ എന്താ ഉണ്ടാക്കി വെച്ചതിന് കുറ്റം പറയുന്നു. പെട്ടെന്ന് നന്ദിനിയാണെങ്കിൽ എന്തായാലും വേദയ്ക്ക് ഇപ്പോൾ വഴക്ക് കിട്ടുമല്ലോ എന്നിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് അച്ഛമ്മ സാമ്പാർ കഴിച്ചിട്ട് പറയാം, നിനക്ക് ഇത് ആരാ ഉണ്ടാക്കാൻ നിന്നെ പഠിപ്പിച്ചത്, നിന്റെ അമ്മയാണോ അതോ നിന്റെ അച്ഛമ്മയാണോ. അപ്പോൾ അവരാരും അല്ല എന്ന് വേദ പറയുമ്പോൾ അച്ഛമ്മ ചോദിക്കുക, പിന്നെ ആരാ നിന്നെ ഇത് പഠിപ്പിച്ചത്. അപ്പോൾ വേദ പറയുകയാണ്, അത് പിന്നെ ഞാനിവിടെ ഒരു പുലാവ് ഉണ്ടാക്കിയപ്പോൾ അത് കൊള്ളില്ലായിരുന്നു, അങ്ങനെ അമ്മയാണ് എനിക്ക് മുത്തശ്ശിയുടെ ചാനലിനെ പറ്റി പറഞ്ഞു തന്നത്, മുത്തശ്ശിയുടെ ചാനൽ നോക്കിയാണ് ഞാനിപ്പോൾ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.
മുത്തശ്ശി നീ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛമ്മേ. എല്ലാ ഫോട്ടോസും അപ്പോൾ ഞാൻ കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നന്ദിനി മനസ്സിൽ പറയാം ഇത് നീ മനസ്സിൽ വെച്ചിരുന്ന് തള്ളെ മയക്കിയെടുത്തല്ലേ. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ വേദ അരികിൽ പിടിച്ചെടുത്തിട്ട് പറയാം മോൾ ഇവിടെ ഇരിക്കുക, നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ വേദ പറയാം അതിനൊക്കെ ഒരു ട്രിക്കുണ്ട്, നമുക്കത് ചെയ്യാം. മുത്തശ്ശി പറയുകയാണ് ഇന്നെടുത്ത ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണം, പിന്നെ നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്യണം. വേദ പറയാം അതൊക്കെ നമുക്ക് റെഡിയാക്കാം അല്ലേ ശ്രീജേടത്തി. അങ്ങനെ എല്ലാവരും സന്തോഷം നിൽക്കുമ്പോൾ അച്ഛമ്മ പറയാം നീ സാമ്പാർ വിളമ്പ്, ഞാൻ ആഹാരം കഴിക്കട്ടെ. അങ്ങനെ അച്ഛമ്മ സന്തോഷത്തോടെ ചോറൊക്കെ കഴിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം പാർട്ടി സമ്മേളനത്തിന് പ്രസംഗിക്കാൻ പോകാൻ റെഡി ആവുകയാണ്. അങ്ങനെ മുടിയൊക്കെ ചീപ്പി റെഡിയായിട്ട് വിക്രം ആ പ്രസംഗിക്കാൻ പോകുന്നതൊന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മൈക്ക് പോലെ ചീപ്പെടുത്ത മൈക്ക് പോലെ പിടിച്ചിട്ട് വിക്രം പറയുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ, അച്ഛന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, ആങ്ങളമാരെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് വിക്രം പറയാം അതൊന്നും വേണ്ട, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള നാട്ടുകാരെ അത് മതി. ഇതൊക്കെ കേട്ടുകൊണ്ട് വേദ വരുന്നുണ്ട്. വേദ പറയാം ഇപ്പം എന്താ പ്രസംഗിക്കാനും തുടങ്ങിയോ? ആഹാ. വിക്രം പറയാണ് എനിക്കങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല, പ്രവർത്തിക്കാനേ അറിയൂ. ഇത് കേൾക്കുമ്പോൾ വേദ പറയാം അതെ നിങ്ങൾക്ക് ഇടിക്കാനല്ലേ അറിയൂ, സംസാരിക്കാൻ അറിയില്ലല്ലോ. ഈ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ എന്തൊരാവശ്യത്തിനും നിങ്ങളുടെ ഒപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് വേദ പറയാം ആഹാ നല്ല വാഗ്ദാനം. എന്നിട്ട് വിക്രം പറയുകയാണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് ഒരുത്തനും ഒരു കോപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദ പറയാം ആഹാ നല്ല ഭാഷ. വിക്രം പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ KP കുറുക്കമ്പനിയെ നമ്മൾ വെറുതെ വിടുമെന്ന് കരുതണ്ട. അപ്പോൾ വേദ പറയുകയാണ് എന്താ ചെയ്യുന്നത് കൂടി പറ. അപ്പോൾ വിക്രം പറയാണ് ഇത് നമ്മുടെ കാശാണ്, നമ്മുടെ പണം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിക്രം പറയുമ്പോൾ വേദ ഓരോ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. വിക്രം ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം കോപ്പ് ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഈ കോപ്പിലെ സംസാരമൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം കയ്യിലിരുന്ന ചീപ്പ് വലിച്ചെറിയുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വേദയെ കാണുന്നു. വിക്രാണെ നാണത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ വേദയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്